നമ്മളിതാ ഇവിടെ നട്ടിട്ടുണ്ട്. തെറ്റി, ചെത്തി, തെച്ചി 3 പേരുകളാണ് പറഞ്ഞത്. ഇനി ഇത് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവയ്ക്കണം. പോകാം നമ്മുടെ ഗാർഡനിലോട്ട്. ഹലോ കൂട്ടുകാരെ, സൈഗോ സെഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചെടികൾ നടുന്നതാണ്. ചെടി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. തെറ്റിയാണ് കേട്ടോ. തെറ്റി അല്ലെങ്കിൽ തെച്ചി എന്നൊക്കെ പേരുള്ളതാണ്. നമ്മളിവിടെ തെറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം 4 ഐറ്റം ഉണ്ട് കേട്ടോ. 2 പൂവില്ല. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒന്ന് മഞ്ഞ, ഒന്ന് ഇളം കളർ, ഒരു പിങ്ക് കളർ, പിന്നെ റെഡ്, വൈറ്റും. ഇത് 4 ഗാർഡനിനായിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പം കളറ് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പോയി. ഇപ്പം മഴയൊക്കെ കാരണം കുറച്ച് ദിവസം നമുക്കിത് നടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതെന്തായാലും മഴ ഇതിൽ തോന്നി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ തെറ്റി നടുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓട്ടിൻ കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതല്ല ചല്ലി, മണ്ണ്, കട്ട ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. മൺകല്ലൊക്കെ എടുക്കാവുന്നതാണ് അതിന് ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ആ ചെടി നടാനായിട്ടുള്ള നമ്മുടെ ചെടിച്ചട്ടിയെല്ലാം ദാ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 തെറ്റിയുണ്ട്, അതുകൊണ്ട് 4 ചെടിച്ചട്ടിയുണ്ട്. നമ്മുടെ തെറ്റി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ ഉള്ളത് ചാണകം ഇരിപ്പുണ്ട്. പിന്നെ പ്രധാന ഐറ്റം മണ്ണും അവിടെ ഉണ്ട്. എന്താ നമ്മുടെ തെറ്റി ചെടി നടുന്നതിന് വേണ്ടിയിട്ടുള്ള ചകിരിയാണ് കേട്ടോ. അതെന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിതാ തെറ്റി നടുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഓടിൻ കഷ്ണങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ തെറ്റി നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ചകിരി ഉണ്ട്, അത് നമ്മൾ ചകിരി വെച്ച് കൊടുക്കുന്നു. ചകിരി ഇല്ലാത്തവർക്ക്, ചകിരിയും ചകിരിച്ചോറും ഇല്ലാത്തവർക്ക് നമ്മുടെ കരിയില, ഉണക്ക കരിയിലുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ചാണകമാണ് കേട്ടോ. ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിയ ചാണകമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതുപോലെ എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ചെടിച്ചട്ടിയിൽ നമ്മൾ ചകിരിയും ഓട്ടിൻ കഷ്ണവും ചകിരിയും ചാണകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് എല്ലാം കൂടി ഒത്തു ചെയ്യാം കേട്ടോ. 4 നമ്മൾ ഒരുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 4 ചെടിച്ചട്ടി നമ്മൾ ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ 4 ചെടിച്ചട്ടി നമ്മൾ ഒരുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ആ ചാണകപ്പൊടിയുടെ മുകളിലിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാ ചട്ടിയിലും 4 ചട്ടിയിലും നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ആദ്യം ഒരു തെറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റുകയാണ് കേട്ടോ. ഇത് നമ്മളെ റോസ് കളർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ പാലോടുന്ന് വാങ്ങിയ തെറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇത് നമ്മൾ പാലോട് ഗാർഡനിൽ നിന്ന് വാങ്ങിയ തെറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെടിച്ചട്ടിയിൽ വച്ച് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിന് ചുറ്റും മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് തെറ്റി എപ്പോഴും വലിയ ചെടിച്ചട്ടിയിൽ നടുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷെ നമ്മൾ ഇത് വാങ്ങിയത് ചെറിയതാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം നമ്മൾ ഇതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പിന്നീട് വലിയ ചട്ടി വാങ്ങിക്കുമ്പോൾ വലിയ ചട്ടിയിലോട്ട് പിന്നീട് മാറ്റാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, രണ്ടാമതൊരു തെറ്റി എടുത്തപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മണ്ണല്ല, എല്ലാം കട്ടയായിട്ട്, ഭയങ്കര കട്ടയായിട്ടിരിക്കുന്നു കേട്ടോ. പൊടിഞ്ഞൊന്നും വരുന്നില്ല. എന്തോ പറയാം, മണ്ണിൻ്റെ പ്രത്യേകത ആയിരിക്കുമല്ലേ അവർ നട്ടേണ്ടത്. നല്ല സെറ്റായിട്ട് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കല്ല് കണക്കിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പാട് കേട്ടോ. അതിൽ നിന്ന് മണ്ണൊക്കെ ഇളക്കി മാറ്റാനായിട്ട് നല്ല പാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നനവൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കും. ഈ കാണുന്ന വെള്ളത്തെറ്റി നമ്മൾ ടോളൂരുള്ള ഒരു ഷെറിൻ ഗാർഡനിൽ നിന്ന്, നേഴ്സറിയിൽ നിന്ന് 25 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ വില 25 രൂപയാണ്. അവിടെ ചെടികളൊക്കെ തുടങ്ങുന്നത് 25 രൂപ 30 രൂപ റേറ്റിലാണ്. അടുത്തതായിട്ട് നമ്മൾ റെഡ് കളറിലുള്ള കുറ്റി തെറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മണ്ണ് മാറ്റിയെടുത്തു. ഈ തെറ്റി നമ്മൾ നെടുമങ്ങാട് നിന്ന് മാരിനാട് പോകുന്ന റൂട്ടിലുണ്ടായിരുന്ന ഒരു ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30 രൂപയായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല കൊള്ളാം കേട്ടോ ഈ തെറ്റിന്. അത് 2-3 കളർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് റെഡ് കളർ വാങ്ങിയതുണ്ട്. ഇതിൻ്റെ കടും കളറൊക്കെ ഉണ്ട്. അതൊക്കെ 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്.
ഇനി നമുക്ക് ഒരു തെറ്റിയും കൂടെ നടാനുള്ളൂ. അത് നമ്മൾ മഞ്ഞ തെറ്റിയാണ്, 30 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഈ മണ്ണ് ഇളക്കി മാറ്റാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതും നല്ല നല്ല കട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനി ഇഷ്ടിക നല്ല കട്ടിയായിട്ടോ, മണ്ണൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്, നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനി ഇളക്കി മാറ്റിയിട്ട് നമുക്ക് നട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. ഇത് മഞ്ഞ കളർ തെറ്റിയാണ് കേട്ടോ, മഞ്ഞ കളർ. അപ്പം നമുക്കിവിടെ ഇപ്പോൾ ഏകദേശം 4 കളറായിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ പൂവില്ലായിരുന്നു, പക്ഷെ അവർ മഞ്ഞ എന്ന് പറഞ്ഞാണ് തന്നത്. ഇത് 30 രൂപയാണ് കേട്ടോ. അപ്പം നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ തെറ്റികളിൽ ഇതാ കാണുന്ന ഈ തെറ്റി 60 രൂപയായിരുന്നു, നമുക്ക് 50 രൂപയ്ക്ക് തന്നു. ഈ കാണുന്ന തെറ്റി ചുവപ്പ് കളറ് അത് 30 രൂപ. ഈ കാണുന്ന വെള്ള തെറ്റി 25 രൂപ. ആ കാണുന്ന മഞ്ഞ തെറ്റി 30 രൂപ കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നമ്മുടെ 4 തെറ്റികളാണുള്ളത്. 4 തെറ്റികൾ എന്താ നമ്മൾ നട്ട് കഴിഞ്ഞു. അതിന് മുകളിലോട്ട് ചാണകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നട്ട് മണ്ണിട്ടതിന് ശേഷം അതിന് മുകളിലോട്ട് ഇത്തിരി ചാണകം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 4 തെറ്റികളും നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട്. തെറ്റി, ചെത്തി, തെച്ചി 3 പേരുകളാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവയ്ക്കണം. പോകാം നമ്മുടെ ഗാർഡനിലോട്ട്. ഓക്കെ കേട്ടോ, എല്ലാം കൊണ്ട് വയ്ക്കട്ടെ കേട്ടോ. മഴകളൊന്നും നനയ്ക്കണ്ട. മഴയുള്ളത് ഇപ്പം നനയ്ക്കും കേട്ടോ. അത്യാവശ്യം മഴ കിട്ടുന്നുണ്ട്. മഴ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ തെറ്റി രാവിലെയും വൈകുന്നേരം നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. തെറ്റിക്ക് വെള്ളം അത്യാവശ്യമാണ്. പക്ഷെ ഇപ്പം നല്ല കാലാവസ്ഥ, മഴ ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം നനയ്ക്കുന്നില്ല കേട്ടോ. നമ്മൾ നട്ടപ്പോൾ തന്നെ മണ്ണൊക്കെ നനവുണ്ടായിരുന്നു. അപ്പം മഴക്കോളുണ്ട്, അതുകൊണ്ട് ഇപ്പം എന്തായാലും വെള്ളം വീഴുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെയാണ് തെറ്റി നടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും പറയും പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.